ലക്ഷദ്വീപിലെ അവശ്യ വസ്തുക്കളുടെ ക്ഷാമത്തെക്കുറിച്ചുള്ള 24 വാർത്തയിൽ നടപടി. കവരത്തി ഉൾപ്പെടെയുള്ള പ്രധാന ദ്വീപുകളിലേക്ക് പുതിയ ബാർജിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കൊച്ചിൻ പോർട്ട്. അവശ്യ സാധനങ്ങളുമായി ഈ മാസം 17-ന് പുതിയ ബാർജ് ബേപ്പൂരിൽ നിന്ന് പുറപ്പെടും. കവരത്തിയിൽ 350 ടൺ സാധനങ്ങൾ ഇതോടെ ലഭ്യമാകും. 24 ഇമ്പാക്ട്. അമൽ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്ന വിവരങ്ങളുമായി കൊച്ചിയിൽ. നമ്മൾ ഈ അവശ്യ വസ്തുക്കളുമായി പോകുന്ന ബാർജിന്റെ സമയക്രമം എങ്ങനെയാണ്? എവിടെ നിന്നൊക്കെയാണ് ഈ ബാർജ് പുറപ്പെടുന്നത്? വിജയകുമാർ, ബേപ്പൂരിൽ നിന്നാണ് ഈ ബാർജ് പുറപ്പെടുക. 17-ാം തീയതിയാണ് ഇത് പുറപ്പെടുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കാലാവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഉണ്ടായാൽ ഇതിന്റെ സമയക്രമത്തിൽ മാറ്റം ഉണ്ടാകുമെന്നും കൊച്ചിൻ പോർട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഒരു ബാർജിന്റെ ഒരു സമയക്രമത്തിലെ പുതിയ ഷെഡ്യൂളിൽ പറയുന്നു. ഏതായാലും ഇന്നലെയാണ് ഈ ഒരു വാർത്ത, ഇന്നലെ രാവിലെയാണ് 24 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതേ തുടർന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ ഈ ഒരു സംഭവം പെടുകയും ഇതിൽ തക്കതായ നടപടി തന്നെ സ്വീകരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുറെ ദിവസങ്ങളായിട്ട് ലക്ഷദ്വീപിൽ പ്രധാനമായിട്ടും കവരത്തി, അഗത്തി തുടങ്ങിയ ദ്വീപുകളിലാണ് ഈ ഒരു പ്രശ്നം രൂക്ഷമായിട്ടുള്ളത്. അധികമായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം. കൂടാതെ തന്നെ വിനോദസഞ്ചാരികളും നിരവധിയായിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ പല കടകളിലും റാക്കുകൾ കാലിയായി കിടക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പല ഹോട്ടലുകളും സാധനങ്ങൾ കിട്ടാതെ പൂട്ടി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റേഷൻ കിട്ടുന്നതായിരുന്നു ഇവർക്ക് ഒരു വലിയൊരു ആശ്വാസമായി ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും അവശ്യ സാധനങ്ങൾ, പ്രത്യേകിച്ചും ഗോതമ്പ് പൊടി, പഞ്ചസാര, ധാന്യങ്ങൾ, ഈ ഒരു പയറുവർഗ്ഗങ്ങൾ, ഇവയുടെ എല്ലാം വലിയൊരു ക്ഷാമം ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ പുതിയൊരു വെസൽ ഇവിടെ എത്തുന്നതോടുകൂടി തന്നെ, ഈ ഒരു പുതിയ ബാർജ് എത്തുന്നതോടുകൂടി തന്നെ കവരത്തിയിൽ 350 ടൺ അവശ്യ വസ്തുക്കൾ ലഭ്യമാകും. അതോട് തന്നെ ഇവർ നേരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം നാളെ ഇവിടെ ലക്ഷദ്വീപിന്റെ പോർട്ട് അഡ്മിനിസ്ട്രേഷന്റെ മുൻപിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും നടത്തുമെന്ന് പ്രദേശവാസികൾ, ദ്വീപവാസികൾ നമ്മളോട് അറിയിച്ചു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.